മായാവി സിനിമയിൽ സലീംകുമാറിന് വളരെ ഫേമസ് ആയിട്ടുള്ള ഡയലോഗ് ഉണ്ട്. ഇതെന്ത് മറിമായും എനിക്ക് ഭ്രാന്തായി പോയതാണ്, അത് നാട്ടുകാർക്ക് മൊത്തം ഭ്രാന്തായ. ഈ ഒരു സിനിമ കണ്ടുകഴിഞ്ഞപ്പോൾ ആക്ച്വലി എനിക്ക് അതേ സംഭവമാണ് എൻ്റെ മനസ്സിൽ തോന്നിയത്. ഹായ് എവ്രിവൺ, വെൽക്കം ടു ജോൺസ ടോക്സ്. നമ്മൾ ഇന്നൊരു സിനിമയുടെ റിവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പേഴ്സണൽ അഭിപ്രായം. സോ ആദ്യം തുടങ്ങുന്നതിന് മുമ്പേ പറയാം, ഇത് എൻ്റെ മാത്രം അഭിപ്രായമാണ്. സോ ഇത് പല ഫാക്ടേഴ്സ് ഇതിൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ഇത് തിയേറ്ററിലല്ല ഞാൻ കണ്ടത്, ഞാൻ ഈ പടം കണ്ടത് ഒരു OTT പ്ലാറ്റ്ഫോമിലാണ്. സോ ആ തിയേറ്റർ ഫീലിംഗ് എനിക്ക് ഈ സിനിമയിൽ മിസ്സായിട്ടുണ്ട്. ബട്ട് ആസ് എ ഓഡിയൻസ്, ഒരു സാധാരണക്കാരൻ എന്നുള്ള രീതിയിൽ ഈ സിനിമയെ പറ്റി എനിക്ക് തോന്നിയ കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത്. നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്ന സിനിമയാണ് വാഴ 2. ഈ പടത്തെ പറ്റി പറയാനാണെങ്കിൽ ഈ പടം എനിക്ക് പേഴ്സണലി ഒട്ടും വർക്കായില്ല. ഞാൻ വാഴ 1ൻ്റെ ഒരു വളരെ വലിയ ഫാനാണ്. എനിക്ക് ആ പടം ഞാൻ എത്ര തവണ കണ്ടിട്ടുണ്ടെന്ന് തന്നെ എനിക്കറിയില്ല. അറ്റ്ലീസ്റ്റ് ഒരു 3-4 തവണയെങ്കിലും ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു 2 തവണയെങ്കിലും ഞാൻ തിയേറ്ററിൽ പോയി കണ്ടിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഈ പടം എനിക്ക് തിയേറ്ററിൽ കാണാൻ പറ്റിയില്ല, വാഴ 2. തിയേറ്ററിൽ മേ ബി ഇതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഡിഫറൻസ് ആയിരുന്നിരിക്കാം. ആ തിയേറ്റർ എഫക്റ്റ് അല്ലെങ്കിൽ ആ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് മിസ്സായതുകൊണ്ടാവാം എനിക്ക് പടം വർക്കാവാണ്ടിരുന്നത്. അതോ വേറെ എന്തെങ്കിലും റീസൺ കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. ഈ പടത്തിൻ്റെ സ്ക്രിപ്റ്റ് വൈസ് ആണെങ്കിലും ആക്ടിങ് വൈസ് ആണെങ്കിലും ഈ നമ്മളെ പടത്തിൽ ക്യാരി ചെയ്ത് കൊണ്ടുപോകാനായിട്ടുള്ളൊരു ടെമ്പോ ആണെങ്കിലും എനിക്ക് വളരെ വീക്കായിട്ടാണ് ഫീൽ ചെയ്തത്. ക്യാമറ വർക്ക് സംഭവങ്ങളൊക്കെ നല്ലതായിരുന്നു, വളരെ കിടിലനായിട്ട് എനിക്കത് ചെയ്ത രീതിയിൽ തോന്നി. BGM സംഭവങ്ങളെല്ലാം കിടിലനായിട്ട്, മ്യൂസിക് പല സോങ്സിൻ്റെ പ്ലേസ്മെൻറ്റ്സ് സാധനങ്ങളെല്ലാം അടിപൊളിയായിട്ട് തന്നെ ഉണ്ട്. പക്ഷേ മൊത്തത്തിൽ എനിക്ക് അങ്ങനെ ഒരു സുഖം തോന്നിയില്ല കണ്ടിട്ട്. ഇപ്പം മേ ബി എൻ്റെ ഒരു ജനറേഷന് വർക്കാവാത്ത കുറേ കാര്യങ്ങളുടെ ആയിരിക്കാം, ഓർ മേ ബി എനിക്ക് പേഴ്സണലി വർക്കാവാത്ത കുറേ കാര്യങ്ങളുടെ ആയിരിക്കാം. അതല്ലാതെ എനിക്ക് മൊത്തത്തിൽ പടം ഒരു ആവറേജ് എന്നുള്ള രീതിയിൽ ഫീൽ ചെയ്തുള്ളൂ. ഈ പടം എങ്ങനെ ഇൻഡസ്ട്രി ഹിറ്റ് അടിച്ചെന്നോ ഇത്രയും കളക്ഷൻ അടിച്ചെന്നോ എന്നുള്ള സംഭവത്തിലാണ് ആദ്യം ഈ പടം കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഫസ്റ്റ് ഞെട്ടലുണ്ടായത്. ആ ഒരു കളക്ഷൻ അടിക്കേണ്ടതോ ആ ഒരു ഹിറ്റ് അടിക്കേണ്ടതോ എന്ത് സംഭവമാണ് ഈ പടത്തിലുള്ളതെന്ന് എനിക്ക് യാതൊരു ഐഡിയയും കിട്ടുന്നില്ല. എന്തോരം ചിന്തിച്ചിട്ടും ഒരു രീതിയിലും സംഭവം മനസ്സിലാവുന്നില്ല. ബട്ട് ഇതൊരു നെഗറ്റീവ് റിവ്യൂ ഒന്നുമല്ല, ഇതെൻ്റെ മാത്രം പേഴ്സണൽ അഭിപ്രായമാണ്. ഇതിന് ഈ പടം ഇഷ്ടപ്പെട്ട ഒരുപാട് പേരെ എനിക്കറിയാം. എൻ്റെ വളരെ ക്ലോസ് ഫ്രണ്ട്സ് ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അവർ തന്നെ പറഞ്ഞിട്ടുണ്ട് മേ ബി ഈ പടം തിയേറ്ററിൽ കണ്ടായിരുന്നതെന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടേനെന്ന്. ബട്ട് തിയേറ്ററിൽ കാണാൻ പറ്റിയ സാഹചര്യത്തിൽ എല്ലായിടുന്നതുകൊണ്ട് തിയേറ്റർ മിസ്സായി പോയതാണ്. ഇനിയും പല പടങ്ങളുടെയും റിവ്യൂ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് പല സ്പോർട്സ് സംഭവങ്ങളും വരുന്നു. അതിൻ്റെയൊക്കെ റിവ്യൂസും ഈ ചാനലിലുണ്ടാവും. നിങ്ങളുടെയൊക്കെ കമൻസ്, അഭിപ്രായങ്ങൾ, ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ കമൻസിൽ കൊടുക്കുക. പിന്നെ മെസ്സേജ് ആയിട്ടോ DM ആയിട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെയൊക്കെ വാല്യുബിൾ ഫീഡ്ബാക്ക് അറിയിക്കുക. എന്തൊക്കെ ചേഞ്ചസ് വീഡിയോസിൽ വരുത്തണം എന്നുള്ളത്, ഇതിൻ്റെ അകത്ത് എഡിറ്റിങ് സംഭവങ്ങൾ, വീഡിയോ എങ്ങനെയൊക്കെ പ്ലേസ് ചെയ്യണം, എന്തൊക്കെ സാധനങ്ങൾ എവിടെയൊക്കെ ചെയ്യണം എന്നുള്ളത് എനിക്ക് വലിയ ഐഡിയ ഒന്നും ഇല്ലാത്ത കാര്യമാണ്. നമ്മൾ തുടക്കമാണ്, ആസ് യു ഓൾ നോ, ഇതിൻ്റെ ആദ്യത്തെ വീഡിയോ ആണ്. സോ അതുപോലെ തന്നെ ഈ പടത്തിൻ്റെ അകത്ത് അവസാനം പോണതിന് മുമ്പ് ഈ ഒരു സംഭവം എനിക്ക് പറഞ്ഞില്ലെങ്കിൽ, ഈ പടത്തിന് ക്ലൈമാക്സിൻ്റെ സാഹചര്യത്തിൽ വിനായക് പനി പിടിച്ച് വിറച്ച് മരിക്കാറായി കിടക്കുന്ന സമയത്ത് അലൻ ഫോൺ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, ഞാനല്ലാതെ പിന്നെ ആയിരുന്നു. തലേണമന്ത്ര സിനിമയിൽ മാമുക്കോയുടെ ഡയലോഗുണ്ട്, ഒരാൾ ചാവാൻ കിടക്കുമ്പോഴല്ലേ ഇതുമാതിരി ചെറ്റവർത്താനം പറയണത്. ഒരുത്തൻ അപകടം പറ്റി ആസ്പത്രി കിടക്കുമ്പോഴല്ല ചെറ്റവർത്താനം പറയല്, മനസ്സിലായി? ഒരാളോട് മരിക്കാൻ കിടക്കുന്ന സമയത്ത് ബസ് സ്റ്റോപ്പിലിരുന്ന് അനീത്തിനെ വിളിച്ചിട്ട് ഫോൺ വിളിച്ചിട്ട് ചോദിക്കുകയാണ്, ഞാനല്ലാതെ പിന്നെ ആയിരുന്നു. ആ ഒരു സംഭവമൊക്കെ എനിക്ക് ഒരു ഭയങ്കര ആർട്ടിഫിഷ്യലായിട്ടൊരു ഇമോഷണൽ കണക്ഷൻ ഉണ്ടാക്കാൻ വേണ്ടി സെറ്റപ്പ് ചെയ്ത ഒരു ഫീലിംഗ് ഒക്കെയാണ് എനിക്ക് തോന്നിയത്. മേ ബി അതൊക്കെ കൊണ്ടായിരിക്കും എനിക്ക് ഇത്രയും പടം സെറ്റ് ആവാതിരുന്നത്. സോ നിങ്ങളുടെ ഒരഭിപ്രായം, കാര്യങ്ങൾ എന്തൊക്കെയാണ് ഫീഡ്ബാക്ക് എന്നുള്ളത് കമൻറ്റിൽ പറയുക. സോ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ദിസ് ഇസ്
ജോബിൻ ജോൺ സൈനിങ് ഓഫ് ഫ്രം ജോൺസ്റ്റർ ടോക്സ്. ബൈ ബൈ.